ഡോക്ടർ വന്നിരുന്നു. ഒപ്പം ഒരു പെങ്കൊച്ചും ഉണ്ടായിരുന്നു. മോനെ ചോദിച്ചു. അകന്ന ബന്ധത്തിൽ ആരോന്നാ പറഞ്ഞതല്ലേ? ഇല്ല, ഞാൻ തിരുത്തിയിട്ടില്ല. അമ്മ കാരണം എന്റെ മോനൊന്നും നഷ്ടമാകരുത്. അമ്മേ, ഞാനത് പറഞ്ഞു വന്നപ്പോ ശരിക്കും ഉദ്ദേശം വെച്ചാ ഞാൻ എന്റെ രോഗികളോടൊപ്പം ഉള്ളവരൊന്ന് പുറത്തു പോണം. ഹലോ, നിങ്ങളോടുകൂടിയാ പറഞ്ഞേ ഒന്ന് പുറത്തു പോകാൻ. അനന്ത, ഇപ്പഴാ വിവരം അറിഞ്ഞത്. അമ്മയ്ക്ക് എങ്ങനെയുണ്ടടാ? ഡോക്ടർമാര് പരിശോധിക്കുക. നീ കളിയാക്കാറുള്ളത് പോലെ ഒടുവിൽ തീർത്തും ഞാൻ കോമാളിയായി. എന്തായി പറയണേ? അമ്മയ്ക്കൊന്നും പറ്റില്ലടാ. നീ സമാധാനായിട്ടിരിക്കേ. വാ, നമുക്ക് അമ്മയെ കാണാലോ. അമ്മേ, അമ്മേ, അച്ചൂട്ടി വന്നിരിക്കണമേ. അമ്മേ, ആരാ അത്? മോന. അമ്മയാ, എന്റെ അമ്മ. ഉറങ്ങിക്കോട്ടെ. തീരെ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇഞ്ചക്ട് ചെയ്തിരിക്കുക. ഉറങ്ങിക്കോട്ടെ. വാ. ഇനി നീ പൊക്കോ. നാളെ കാലത്ത് അവരോടൊക്കെ രജിസ്റ്റർ ഓഫീസിൽ എത്താന്ന് പറഞ്ഞല്ലേ. ഇവിടെ ഇപ്പൊ ഞാൻ മാത്രം മതി. നീ പൊക്കോ. എങ്കിൽ ഒരു കാര്യം ചെയ്യാം. കാലത്ത് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഞാൻ വരാം. അമ്മയുടെ അനുഗ്രഹവും വാങ്ങിക്കണം. അമ്മ നിന്നെ അനുഗ്രഹിക്കും, എന്നെ ശപിച്ചാലും. എന്താടാ ഇത്? അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതിരി. എടാ, നേരം എത്രയെന്നറിയോ? അമ്മ ഉണർന്നോ? വാ. അമ്മേ, 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 സിസ്റ്റർ. അമ്മ, എന്തു പറ്റി? സിസ്റ്റർ. ഡോക്ടർ, ഡോക്ടർ. അമ്മേ, അമ്മേ, അച്ചൂട്ടി. രജിസ്റ്റർ ഓഫീസിൽ എല്ലാവരും നിന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. നീ പൊക്കോ. ഇങ്ങനൊരു മൂഡിൽ എങ്ങനെയാണ് അവിടെ ഒരു കല്യാണം? ഏതായാലും ഞാൻ വാസോട്ടൊന്ന് ഫോൺ ചെയ്ത് വരാം. എന്തെങ്കിലും ഒരു വഴി വാസോട്ടെ കാണാതിരിക്കില്ല. ഹായ് കുന്ദൻ. ഇതെന്താ ഇവിടെ? കുന്ദൻ കുന്തം പോലെ നിൽക്കണേ. ഓടി. നിന്നെ നേടാൻ വേണ്ടി പലതും ഞാൻ മറന്നു. ഞാൻ എന്റെ അമ്മയെ വരെ തള്ളി പറഞ്ഞു. അറിയൂ, അതിനകത്ത് മരണവുമായി മലടിക്കാൻ എന്റെ അമ്മ. എന്റെ അമ്മയ്ക്ക് എങ്ങാനും എന്തെങ്കിലും പറ്റിയാ? എന്താ അത്? ബാങ്ക് പിടിച്ചോ നിനക്ക്? ഇങ്ങോട്ട് വരിക. അങ്ങാടി തോറ്റേന് അമ്മയോടൊന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ അമ്മയോട് തോറ്റേന് അങ്ങാടിക്കാരോടായോ? ചേട്ടാ, കുട്ടി പോയിക്കോളും. ചില സമയങ്ങളിൽ ഇവൻ ഇങ്ങനെയാ. എന്ത് പറ്റിയടാ? ഞാൻ കാരണം എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ? ഒന്നും പറ്റില്ല. ദൈവം രക്ഷിക്കും. പെട്ടെന്ന് 2 ബോട്ടിൽ ബ്ലഡ് വേണം. ഓ പോസിറ്റീവ്. ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. നിർത്ത്. അച്ചൂട്ടി, ഒന്ന് വേഗം ഇറങ്ങ.
കയ്യില് ചോരയൊക്കെ ആയിട്ട്. ഒന്നും പറയണ്ട, മൊത്തം പ്രശ്നം. നമ്മുടെ പ്ലാനിങ് എങ്ങനെയോ ലീക്കായി. അവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. പേടിക്കണ്ട, രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തിയിരിക്കും. ഏത് നിമിഷം അവരോട് എത്താൻ സാധ്യതയുണ്ട്. തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിക്കൂ, ബാക്കിക്കാര്യം ഞങ്ങൾ ഏറ്റു. അതെ, മടി. ഒന്ന് വേഗം ചെല്ല്. ആകെ പ്രശ്ന. നീ എങ്ങോട്ടാ പോന്നെ? പോണം. വാ. അമ്മ എത്തുന്നതിന് മുന്നേ എനിക്ക് അവിടെ എത്തണം. അവിടെ വച്ചെങ്കിലും എനിക്ക് അമ്മയോട് മാപ്പ് പറയണം. ഇതെന്താ ചോരയും പെണ്ണുമായിട്ട്? കൂട്ടുകാരാ, ഈ ചോര ഇവിടെ നിന്ന് ചോർച്ചതാണ്. ഇതൊന്ന് പിടിച്ചേ, ഇത്തിരി പ്രശ്നത്തിലാ. വാ. ഛേ, ശ്യാമള, നീ എവിടെ? പോയി നിൽക്കുന്നെ, വാ. എന്തിനാ ഓടണേ? ഒന്ന് മാറി. എന്താ ഓട്ടം? മാഷെ ചോര ഒന്ന് പിടിച്ചേ. എന്തോ ഒരു ചോര ഒന്ന് പിടിച്ചേ. ഇപ്പൊ വരാമേ. ഒരുത്തരെങ്കിലും കൊല്ലേണ്ടി വരും. അവന്മാര് തന്നെയാ. വാ. അവനെ നിങ്ങൾ ഇവിടെ നിൽക്കും. ഗേറ്റിൽ രണ്ട് പേര്. അയ്യോ അയ്യോ, ഇങ്ങോട്ട് മാറിക്കണം. കൂട്ടുകാരാ, കൂട്ടുകാരാ, എടുത്തോ. ഇരി. ആരാത്? ഭാര്യ. ഭാര്യ. ഭാര്യ? അപ്പൊ എപ്പോഴാ കല്യാണം കഴിഞ്ഞ്? ഇന്ന് രാവിലെ. ഇന്ന് രാവിലെ കല്യാണം കഴിക്കുമ്പോഴേക്ക് ഇത്ര പെട്ടെന്ന് ഇതോ? ഇത് കമ്പ്യൂട്ടർ യുഗമല്ലേ മാഷെ? എപ്പോഴാ ഏതാ മൂലം പറയാൻ പറ്റുമോ? ഒന്നും അറിയാത്ത പിള്ളേരെ പോലെ. കമ്പ്യൂട്ടർ യുഗോ? എന്തൊരു മറിമായോ, എന്തൊരു ലോകം ഇത്. ഇത്ര പെട്ടെന്ന് പ്രസവം കഴിഞ്ഞോ? അയ്യോ, അവിടെ പോയി. അയ്യോ, ഓടി വാ, ഓടി വാ. ഇനി ഏതായാലും രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. നമുക്ക് ആ ഡെഡ് ബോഡിയോടൊപ്പം ആംബുലൻസിൽ കയറി അങ്ങ് രക്ഷപ്പെടാം. അയ്യോ, ശവത്തിനപ്പോ? ആ, ഇനി ഇപ്പൊ ശവത്തിനെ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. വാടി. അതെ, രക്ഷകനായ ശവം. ശവളെ, വേഗം ഇറങ്ങി വാ, പെട്ടെന്ന്. ശവളെ ഓടിക്കോ. ഓടിക്കും. കണ്ട കളി ഇന്ന് ഞാൻ ഇന്നത്തോടെ എന്താ പ്രശ്നം? എന്താ ഇതാണോ പ്രശ്നം? വലത് വലത് എടുത്ത് അടി. നിരായുധനാണല്ലേ? അതെ. പിടിക്കുന്ന അമ്മച്ചിരെ വാളെ ഞാനാണ് ഇട്ടാൽ അത് നടന്ന് വിട്ടാൽ കളവന്റെ തലയിൽ അടിച്ചു ഉടക്കി ഞാൻ അത് മറന്ന് വിട്ടാൽ
ഇക്കുറിയിൽ ചത്തില്ല. അയ്യോ 20 അടി ഉയരത്തുനിന്ന് ചാടിയ ചാവൂന്ന് ആരാ പറഞ്ഞത്? അമ്മ ബോധം വന്നയുടൻ അന്വേഷിച്ചത് മോനെയാ. ആ പതുക്കെ. കുറച്ചു ദിവസം ഇനി ഓടാനും ചാടാനൊന്നും പറ്റില്ല. ദാ അമ്മയുടെ മോൻ. എടീ, ഓടി ഇവിടെ. ദാ, വേണ്ട. രോഗിയുടെ മുമ്പ് വെച്ച് കൂടുതൽ പ്രകടനമൊന്നും വേണ്ട. ഗൾഫിലോട്ട് പറക്കുമ്പോ ബോംബെ എന്നൊരു പട്ടണം കണ്ടിട്ടുണ്ടോ? ആ ബോംബെ നഗരത്തെ കിടിലം കൊള്ളിച്ച വാടക കൊണ്ടേയായിരുന്നു ഞാൻ. 2 പേരെ തട്ടിയിട്ടുണ്ട്. ജാതകത്തിൽ 3 പേരെ തട്ടുന്നുള്ളത്. അതിൽ ആരെ വേണമെന്നുള്ളത് അമ്മാവന്റെ മരുമാൻ കൂടി തീരുമാനിച്ചോ? ഹാർട്ട് അറ്റാക്കിൽ ചാകാനാണോ അതോ വാസുവേട്ടന്റെ അറ്റാക്കിൽ ചാവാനാണോ ഇഷ്ടം? ആ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട കോന്തുണ്ണി അമ്മാവൻ ആ സ്വർണ്ണപ്പല്ല് ഒരു ഗൾഫുകാരന്റെ കയ്യിലോട്ട് കൊടുക്ക്. സ്വർണ്ണപ്പല്ലും സ്വർണ്ണത്താലിയുമായി അയാൾ ഗൾഫിലോട്ട് തന്നെ തിരിച്ചു വെക്കോട്ടെ. ഉടനെ സ്ഥലം വിട്ടോണം. ഇല്ലെങ്കിലേ കഴുത്തിന് മേലെ തല ഉണ്ടാവില്ല. അതെ. വാസുവേട്ടന് വേണ്ടി ഞാനാ പറയണേ. പോടാ, യ്യോ. bloody rascal. ഇങ്ങ് വന്നേ. ഇനി മോളുടെ വലത് കൈ ഇവന്റെ വലത് കൈയിലേക്ക് വെച്ചോട്. ഏതാടേ ഓളതിന്റെ വലത് കൈ? ദാ സർവം ക്ഷമിച്ച് ഈ കാക്കകളെയും പൂച്ചകളെയും അമ്മയൊന്ന് അനുഗ്രഹിച്ചാലും. മക്കളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.